അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കിനി ഒരു ഫാദറിനെ പരിചയപ്പെടാം. ആ ഫാദർ ഒരു ഇന്ത്യയിൽ തന്നെ അവരുടെ ഇടവകകൾ തുടങ്ങിയിട്ട് അങ്ങനൊരു പുരോഹിത വൃന്ദം ഉണ്ടായിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. ഈ വേഷം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇങ്ങനൊരു വേഷം വളരെ കുറച്ചേ പ്രേക്ഷകരെ കാണാൻ സാധ്യതയുള്ളൂ അല്ലേ? ഇറ്റലിയിലാണ് ആസ്ഥാനം. എങ്ങനെയാണ് നമ്മൾ പറയുക സഭയെ? കമിലസ് സഭ. കമിലസ് സഭ എന്നാണ്. കമിലസ് എന്ന വിശുദ്ധൻ സ്ഥാപിച്ച 1580 സ്ഥാപിച്ച സഭയാണ് കമിലസ് സഭ. അപ്പോൾ ആ വിശുദ്ധന്റെ പേരിലാണ് ഞങ്ങളുടെ സഭ അറിയപ്പെടുന്നത്. ക്രിസ്മസ് ആഘോഷമൊക്കെ ഉണ്ടല്ലോ. ക്രിസ്മസ് ആഘോഷമൊക്കെ ഉണ്ട്. ഒന്നും അതിനകത്തൊന്നും വ്യത്യസ്തതയില്ല. തീർച്ചയായിട്ടും വ്യത്യസ്ത എന്ന് വെച്ചാൽ ഞങ്ങളൊരു പുതിയ മിനിസ്ട്രി ബാംഗ്ലൂർ തുടങ്ങിയിട്ടുണ്ട്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞങ്ങൾ HIV ബാധിച്ച കുട്ടികളുടെ ഇടയിലും വലിയവരുടെ ഇടയിലുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് അഗതികളും അശരണരുമായ മനുഷ്യര് അല്ലേ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സഭയാണ്. അതെ അതെ അതെ. രോഗി സേവനമാണ് ഞങ്ങളുടെ കർത്തവ്യ രംഗം. ഓക്കെ, അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പീഡ അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നതാണല്ലോ എല്ലാ ക്രിസ്മസിന്റെയും സന്ദേശമായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഫാദർ വിൻസിനെ കൊണ്ടുവന്നത് ഈ സഭയെ പരിചയപ്പെടുത്താൻ മാത്രമല്ല. ഫാദർ വിൻസ് എന്നുള്ളത് ഒരു ഗായകനാണ്. അപ്പോൾ നമുക്ക് പാട്ടിലൂടെ തന്നെ അറിയാം അല്ലേ. ഫാദർ വിൻസ് പഠിച്ചതൊക്കെ എവിടെയാ? ഞാൻ ഡിഗ്രി ഒക്കെ പഠിച്ചത് നാഗ്പൂരാണ്. MSc പഠിച്ചത് നാഗ്പൂര്. അത് കഴിഞ്ഞിട്ട് MSc കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി അത് ഡിണ്ടിഗൽ, തമിഴ്നാട്ടിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഗായകനെ തിരിച്ചറിഞ്ഞത് ആരാദ്യം? ചെറുപ്പം തൊട്ട് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നെങ്കിലും സെമിനാരിയിൽ ചേർന്ന ശേഷം ഞങ്ങളുടെ അച്ഛന്മാർ തന്നെയാണ്, എൻ്റെ പ്രിയ അച്ഛന്മാർ തന്നെയാണ് നല്ലൊരു ഗായകനുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ക്രിസ്മസിനുമായി ബന്ധപ്പെട്ട ഫാദർ വിൻസ്, കമിലസ് സഭയിലെ ഫാദർ വിൻസിന്റെ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും ഒരു ക്രിസ്മസ് പാട്ട് തന്നെ തുടങ്ങാം. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. സൂപ്പർ അല്ലേ. അപ്പോൾ നമുക്ക് ക്രിസ്തീയ കാലം മാത്രം പാടിയാൽ പോരാ, നമുക്കൊരു സിനിമാ പാട്ടും കൂടി പാടണം എന്നുള്ളതല്ലേ. ഫാദർമാർക്കും പാട്ട് പാടാൻ പറ്റുമോ? നമ്മൾ ഇന്നലെ റിൻസി സിസ്റ്റർ വന്ന് ഇന്നലെ ഞങ്ങളുടെ ഒരു പാട്ടുണ്ടായിരുന്നു, കേട്ടായിരുന്നോ അല്ലേ? മോഹം കൊണ്ടു ഞാൻ എന്ന 2 വരി കൊണ്ട് കേരളത്തെ മുഴുവൻ കയ്യിലെടുത്ത് കളഞ്ഞു റിൻസി ടീച്ചർ. അതേപോലെ ഏത് പാട്ടാണ് പാടുന്നത്? ശ്രീരാഗമോ. ആ സിനിമ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും സിനിമ കാണുന്നതിന് നിങ്ങൾക്ക് വിലക്കൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, തെറ്റിദ്ധാരണയാണ് കേട്ടോ. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. സിനിമ കാണും, അത് ആസ്വദിക്കും അല്ലേ, പാട്ടൊക്കെ കേൾക്കും. അപ്പോൾ നമുക്ക് ശ്രീരാഗമോ എന്ന് കേട്ടാലോ? ഫാദർ വിൻസ് കമിലസ് അല്ലേ, കമിലസ് സഭയിലെ ഫാദർ വിൻസിന്റെ പവിത്രം എന്ന സിനിമയിലെ ശ്രീരാഗമോ എന്ന പാട്ട് നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ സാധാരണ ട്രാക്ക് ഉപയോഗിച്ച് പാടുന്നതാണ്, അപ്പൊ അതില്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ. ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ നിൻ മൗനമോ പൂബാണമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻതന്തിയിൽ. ദാനി ദാപമപദനി ദാപമഗരി ഗമപദനി സരി മഗരി സനി ദപമഗരി രിഗമ പദ്ദ സരിഗമപ നിസരിഗമപ കാല സരിഗമപ ധനി ദപധ ധനി ഗരി നി നിദമഗരി സരിഗമ രിഗമപ ഗമപദ മപദനി ഗരി ദിസ സനി നിദ ദബഗരി ദിസ സനി നിദ ദബഗരി ദിസ സനി നിദ ദബഗരി സനി ദബ സരിഗമ പരിഗമ പദ ഗമപദനി ഗരി സനി ദരി സനി ദബ സനി ദപദ രിഗമ പദ്ദ സരിഗമ പനി സരിഗമ പക്കാല. ഗംഭീരമായിട്ടോ ഫാദർ, സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. ശരിക്കും നമ്മളെ വിസ്മയിപ്പിച്ചു കഴിഞ്ഞു. ട്രാക്ക് ഇല്ലാതെയാണ് പാടിയത്. ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ട് അല്ലേ, ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്. അപ്പൊ ഹിന്ദുസ്ഥാനി പഠിക്കുന്ന ഇറ്റലിയിൽ ആസ്ഥാനമായിട്ടുള്ള കമില സഭയിലെ മാനന്തവാടിയിലുള്ള ഫാദർ വിൻസിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഫാദർ വിൻസ്, ഹാപ്പി ക്രിസ്മസ്.